എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വന്യനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത് അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യാൻ സമയത്ത് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടാണ് പോയത്. എവിടെ പോയി ഈ അനുഗ്രഹങ്ങളെല്ലാം? മനുഷ്യൻ്റെ സ്വഭാവം ദൈവത്തിൽ നിന്നെല്ലാം ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഉൽപ്പത്തിയിൽ നാം കാണുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ ഹവ്വായെയും വ്യവസ്ഥകളില്ലാതെ അനുഗ്രഹിക്കുന്നതായിട്ട് ഉൽപ്പത്തി 1:28 നാം വായിക്കുന്നു. യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സമൃദ്ധമായി അനുഗ്രഹിക്കുക. ഈ ഭൂമിയിൽ സകലത്തിന്മേലും അധികാരവും ആധിപത്യം നൽകി അനുഗ്രഹിക്കുക. ആ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ പാപത്തിൽ വീണു. ദൈവം പ്രളയത്താൽ ഈ ഭൂചര ജന്തുക്കളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം കാണുന്നു, ആദാമിന് ഹവ്വായ്ക്കും നൽകിയ അതേ അനുഗ്രഹം വീണ്ടും നോഹയ്ക്കും കുടുംബത്തിനുമായിട്ട് ദൈവം വീണ്ടും നൽകുകയാണ്. ഉൽപ്പത്തി 9:1 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചാൽ അവിടെ വീണ്ടും ദൈവം ആവർത്തിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ. സഹോദരങ്ങളെ, ആ അനുഗ്രഹവും നാം നഷ്ടപ്പെടുത്തിയവരാണ്. അങ്ങനെ വന്നപ്പോൾ ദൈവം ചില വ്യവസ്ഥകൾ വെച്ചു അനുഗ്രഹിക്കുന്നതിനായി. എന്താണ് ദൈവം വെച്ച വ്യവസ്ഥകളെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ ചില വ്യവസ്ഥകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലൊരു വ്യവസ്ഥ ഇങ്ങനെയാണ്. ദൈവം പറയുന്നു, സദൃശവാക്യങ്ങൾ 10:6, നീ നീതിമാനായിരിക്കുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. പ്രിയപ്പെട്ടവർ, നീതിമാനായിരിക്കുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. വേദപുസ്തകത്തിൽ അനേകം നീതിമാന്മാരെ നാം കാണുന്നു. നോഹ നീതിമാനെന്ന് നാം വായിക്കുന്നു, അറിയുന്നു. ഇതാ ഔസേപ്പ് പിതാവ് നീതിമാനെന്ന് അറിയുന്നു. നോഹ, ദാനിയേൽ, ഇയ്യോബ്, അങ്ങനെ അനേകം നീതിമാന്മാരെ നാം കാണുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ. അപ്പോൾ നീ നീതിമാനായിരുന്നാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. ആരാണ് നീതിമാൻ? നീതിമാൻ എന്നതിന് നല്ലൊരു നിർവചനം വേദപുസ്തകം നൽകുന്നു. സങ്കീർത്തനം 24:4-5 വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, രാജ്യത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസാക്ഷ്യം പറയാതിരിക്കുന്നവൻ, ഇവനാണ് നീതിമാൻ. അപ്പോൾ നീതിമാനായിരുന്നാൽ അനുഗ്രഹിക്കാമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. വീണ്ടും ചില വ്യവസ്ഥകൾ കൂടി നമുക്ക് നോക്കാം. നീ വിശ്വസ്തനായിരിക്കുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ എന്നാ പറയുക. സദൃശവാക്യങ്ങൾ 28:20 പറയുന്നു, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. അനേക ദൈവദാസന്മാരെ നമുക്കറിയാം. അവരെല്ലാവരും അവരുടെ ദൗത്യങ്ങളിൽ എല്ലാവരും വിശ്വസ്തരായിരുന്നു. മോശ വിശ്വസ്തനായിരുന്നു, അബ്രഹാം പിതാവ്, അതുള്ള ദൈവദാസന്മാരെല്ലാവരും തങ്ങളെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങളിലെല്ലാം വിശ്വസ്തത വലിച്ചവരാണ്. നീ വിശ്വസ്തനായിരിക്കൂ, നിന്നെ അനുഗ്രഹിക്കാം. വീണ്ടും അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്, നീ ദയയുള്ളവനായിരിക്കുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. നീ ദയയുള്ളവനായിരിക്കുക, കരുണയുള്ളവനായിരിക്കുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. അനുഗ്രഹിക്കുവാനുള്ള മറ്റൊരു വ്യവസ്ഥ ഇതാണ്: നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവിനെ ദൈവം അനുഗ്രഹിച്ചത് നാം ഉൽപ്പത്തി 22:18 വായിക്കുന്നു. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ചവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നാം കാണുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ നമുക്കിപ്പോട്ട് വായിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വലിയൊരു കലവറ ദൈവം തുറന്നു വച്ചിരിക്കുകയാണ്. ഇതെല്ലാം ആർക്കാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർക്കുള്ളതാണ് ഈ അനുഗ്രഹങ്ങളൊക്കെയും. അനുഗ്രഹിക്കാനുള്ള അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്, നീ നിൻ്റെ ദശാംശം കൊടുക്കുക, ദൈവവേലയ്ക്ക് കൊടുക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. മലാക്കി പ്രവചനം 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ
ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ ദശാംശമെല്ലാം എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരിക. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് നിനക്ക് ഇടം പോരാതെ വരുവോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ലയോ, നീ പരീക്ഷിപ്പിനെന്നാണ് പറയുക. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥ നാം കണ്ടു. നമ്മുടെ ദശാംശം നാം ദൈവവേലയ്ക്കായി കൊടുക്കുക, അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ വ്യവസ്ഥകൾക്ക് വിധേയമായി ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം മാറ്റിക്കൊണ്ട് ദൈവം മറ്റൊരു വ്യവസ്ഥയിലേക്ക് കടന്നു വരുന്നതായിട്ട് നാം കാണും. എന്താണ് ആ വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: സ്വർലോകത്തെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ അനുഗ്രഹിക്കുന്ന പണി പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അനുഗ്രഹം വേണോ, പുത്രൻ്റെ പുറകെ പോയിക്കോ, അനുഗ്രഹം മേടിച്ചോ. ആകയാൽ സഹോദരങ്ങളെ, നാം അറിഞ്ഞിരിക്കണം, നാം അനുഗ്രഹത്തിൻ്റെ പിന്നാലെ അല്ല പോകേണ്ടത്. ഇന്ന് മനുഷ്യൻ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ പിന്നാലെ അല്ല നാം പോകേണ്ടത്, അനുഗ്രഹിക്കുന്നവൻ്റെ പിന്നാലെ പോകണം. അനുഗ്രഹം നമ്മുടെ പിന്നാലെ വന്നുകൊള്ളും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് കേട്ടിട്ടില്ലേ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. അപ്പോൾ പുതിയ നിയമത്തിൽ അനുഗ്രഹിക്കാനുള്ള വ്യവസ്ഥ നാം കേട്ടു. യേശുവിൻ്റെ പിന്നാലെ പോവുക. കർത്താവായ യേശു ക്രിസ്തു ആകട്ടെ നമുക്ക് വേണ്ട നിത്യമായ അനുഗ്രഹങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് പോയത് തന്നെ. എന്തെല്ലാമാണ് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം അതിലുണ്ട്. യേശു നൽകിയ 7 വാഗ്ദാനങ്ങൾ, ഈ 7 വാഗ്ദാനങ്ങൾ അടങ്ങിയിരിക്കുന്നു സകല അനുഗ്രഹങ്ങൾ. എന്താണ് ആ 7 വാഗ്ദാനങ്ങൾ? എന്താണ് വാഗ്ദാനങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഏത് കഷ്ടതയിലും പ്രയാസത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധിയിലും എല്ലാം നമുക്ക് പിടിവള്ളിയാകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളാണ്. എന്താണ് ഈ വാഗ്ദത്ത വചനങ്ങളുടെ പ്രത്യേകത? ഈ വാഗ്ദത്ത വചനങ്ങൾ നാം ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ, ഒരു കഷ്ടതയോ ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നാം ചെയ്യേണ്ടത് നമ്മുടെ കഷ്ടതയുമായി ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം ഏതിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. നമുക്ക് സ്വന്തം അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസനെ കണ്ട്, ഇതാ എൻ്റെ ഇങ്ങനെ ഒരു കഷ്ടതയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു തിരുവചനം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയണം. ഈ വചനം കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം പകുതി പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വചനം നാം അനേക പ്രാവശ്യം അത് ആവർത്തിച്ച് ഏറ്റു പറയേണ്ട വചനം. ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വിശുദ്ധ കന്യക മറിയാം ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് ലഭിച്ച വചനം തൻ്റെ ബുദ്ധിയിലല്ല സ്വീകരിച്ചത്, പിന്നെയോ തൻ്റെ ഹൃദയത്തിലാണ് സ്വീകരിച്ചത്. ബുദ്ധിയിൽ നാം വചനം സ്വീകരിച്ചാൽ അത് യുക്തിപരമായി ചിന്തിക്കുകയും പുറത്തള്ളപ്പെടുകയും ചെയ്യും. വചനം നാം സ്വീകരിക്കേണ്ടത് ബുദ്ധിയിലല്ല, ഹൃദയത്തിലാണ്, മറിയാമിനെ പോലെ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം, നമ്മുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വാഗ്ദത്ത വചനം നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അത് അധരം കൊണ്ട് ഏറ്റു പറയണം. അധരം കൊണ്ട് ഏറ്റു പറയുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളാലാണ്. ഈ വചനം നാം അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി പരിണമിക്കുന്നു. ഏത് അനുഗ്രഹത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്ത വചനമുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദത്തങ്ങളാണ് അനുഗ്രഹങ്ങളായി രൂപാന്തരപ്പെടുക എന്നർത്ഥം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് 7 മഹത്തായ വാഗ്ദാനങ്ങളെ നൽകിയിട്ടുണ്ട്. അതാണ് നമുക്ക് അനുഗ്രഹങ്ങളായി മാറുന്നത്. അതിൽ ഒന്നാമത്തേത് ശ്രദ്ധിക്കുക: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ്. പല മേഖലയിൽ നമുക്ക് ആശ്വാസം ആവശ്യമുണ്ട്. നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ഓടുക എന്നൊന്ന് നോക്കിക്കേ. ഏതെങ്കിലും ഒരു കഷ്ടതയോ പ്രയാസമോ വരുമ്പോൾ ചിലർ നേരെ കോടതിയിലേക്ക് ഓടും, ചിലർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടും, ചിലർ മദ്യശാലയിലേക്ക് ഓടും, അങ്ങനെ പലയിടത്തേക്കും. പ്രിയപ്പെട്ടവരെ,
നാം ചെല്ലേണ്ടത് എങ്ങോട്ട്? യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ആ എൻ്റെ അടുക്കൽ എന്നുള്ളത് വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ നമ്മൾ ആരെ വിളിച്ചപേക്ഷിക്കണം? വീണ്ടും പറയുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. സങ്കീർത്തനം 50:15 ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. യിരെമ്യാവ് 33:3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നിനക്ക് അറിഞ്ഞുകൂടാത്ത അഗോചരമായ കാര്യങ്ങളെ നിന്നെ ഞാൻ ഗ്രഹിപ്പിക്കും. അവിടെയെല്ലാം ശ്രദ്ധിക്കണം, എന്നെ എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നാം വിളിച്ചപേക്ഷിക്കേണ്ടതും സർവശക്തനായ ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞ ആ കർത്താവിനെയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. മഹത്തായ ഒരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. അടുത്തൊരു വാഗ്ദാനം ശ്രദ്ധിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 16-19 നാം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ നൽകുന്നു. നമുക്കൊരു സംശയം തോന്നാം, സ്വർഗരാജ്യം അങ്ങനെ പൂട്ടിയിടുന്ന ഒരു സ്ഥലമാണോ? അഥവാ പൂട്ടിയിട്ടാൽ തന്നെ അതിൻ്റെ താക്കോൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ കൊടുക്കുമോ? അപ്പോൾ എന്തായിരിക്കും ഈ താക്കോൽ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദ ഹോളി ഫാദർ ഇസ് ഇൻസൈഡ്, പരിശുദ്ധ പിതാവ് അകമേ, ജീസസ് ഇസ് ദ ഡോർ, യേശു തന്നെ പറഞ്ഞു ഞാൻ വാതിലാകുന്നു, ആൻഡ് ഹോളി സ്പിരിറ്റ് ഇസ് ദ കീ, പരിശുദ്ധാത്മാവ് താക്കോലാണ്. സ്വർഗരാജ്യത്തിൽ തുറന്നു കിടക്കാനുള്ള താക്കോലാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ സ്വർഗത്തിന് യോഗ്യനാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ കൃപായുഗത്തിൽ അറിഞ്ഞിരിക്കുക, കൃപായുഗത്തിൽ മണവാട്ടിയായ സഭയെ ഒരുക്കുന്ന വേലയാണ് പരിശുദ്ധാത്മാവിൻ്റെ വേല. സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശികളാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അവിടെ പത്രോസിന് കൊടുത്ത ഈ വാഗ്ദാനം, മത്തായി 16:19 പത്രോസിന് കൊടുത്ത ഈ വാഗ്ദാനം പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനമാണ് എന്ന് നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയിൽ, ദൈനംദിനമുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ അനേക കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കേണ്ടതുണ്ട് ദൈവത്തോട്. അതൊക്കെ ചെയ്യണം, നല്ല കാര്യം. ആ കൂട്ടത്തിൽ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ശക്തി പ്രാപിക്കും. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കുക. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ നൽകുന്നു, മഹത്തായ ഒരു അനുഗ്രഹമാണ്. വീണ്ടും അടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-19 വചനം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിനക്ക് ഞാൻ അധികാരം തരുന്നു. എന്താണ് ഈ പാമ്പിനെയും തേളിനെയും ചവിട്ടാനുള്ള അധികാരം? അർത്ഥം, സാത്താൻ്റെ മേൽ നിനക്ക് ഞാൻ അധികാരം തരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ ഈ സാത്താൻ്റെ തലയെ തകർത്തവനാണ്. അപ്പോൾ നമ്മൾ ഈ പേടിക്കുന്ന പിശാചുണ്ടല്ലോ, ഈ തലയില്ലാത്ത പിശാചിനെയാണ് നമ്മളിപ്പോൾ പേടിച്ചുകൊണ്ട് കിടക്കുന്ന അർത്ഥം. സസ്പെൻഷനിൽ കിടക്കുന്ന പോലീസുകാരനാണിവൻ. തൊപ്പിയില്ലാത്ത പോലീസിനെ ആരെങ്കിലും പേടിക്കുമോ? അപ്പോൾ അതുകൊണ്ട് നാം സാത്താനെ പേടിക്കേണ്ടതില്ല. ആ സാത്താൻ്റെ മേൽ നിനക്ക് ഞാൻ അധികാരം തരുന്നു എന്നാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ കാണും, അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം നമുക്ക് യേശു നൽകിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. സ്ലീഹന്മാർ, പത്രോസ് സ്ലീഹയും പൗലോസ് സ്ലീഹയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ ദേശാന്തരികളായി നടന്ന അതിൽ തന്നെ ചില മന്ത്രവാദികൾ അവരും യേശുവിൻ്റെ നാമം ചൊല്ലാൻ തുടങ്ങി. ഉടനെ പിശാച് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, നീ ആരടാ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ ഈ അധികാരം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിനുള്ള അഭിഷേകം നാം പ്രാപിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സാത്താൻ്റെ മേൽ ഈ അധികാരം എടുപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മഹത്തായ ഒരു അനുഗ്രഹമാണ് സാത്താൻ്റെ മേലുള്ള അധികാരം. അതാണ് പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം എന്ന് പറയുന്നത്. അടുത്തതായി ഇതാ മറ്റൊരു അനുഗ്രഹം നോക്കുക. കിണറ്റിൻകര വെച്ച് സമരിയാക്കാരോട് പറഞ്ഞൊരു കാര്യം
നിനക്ക് ഞാൻ ജീവൻ്റെ ജലം തരുന്നു. നീ കോരുന്ന ഈ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. ജീവൻ്റെ ജലത്തിൻ്റെ വാഗ്ദാനമാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രിയപ്പെട്ടവരെ, ഈ ജീവൻ്റെ ജലം, ഈ ജീവൻ്റെ നദി, എൻ്റെ ജീവൻ്റെ ജലം നിനക്ക് ഞാൻ നൽകുന്നു എന്ന വാഗ്ദാനം. അടുത്ത രണ്ട് വാഗ്ദാനങ്ങൾ പരസ്പര ബന്ധമുള്ളതാണ്. ഏതാണെന്ന് ചോദിച്ചാൽ, നിനക്ക് ഞാൻ രക്ഷ നൽകുന്നു. രക്ഷ നൽകാൻ യേശുവിന് മാത്രമേ സാധിക്കൂ. എന്താണ് രക്ഷ? പാപത്തിൻ്റെ ശമ്പളമായ രണ്ടാം മരണം, അതാണ് ശിക്ഷ. ആ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. രക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. വീണ്ടും നിത്യജീവൻ എന്താണ്? ആ രക്ഷിക്കപ്പെട്ടവൻ്റെ അവകാശമാണ് നിത്യജീവൻ. ഇത് രണ്ടും നൽകാമെന്ന വാഗ്ദാനം. നിനക്ക് ഞാൻ രക്ഷ നൽകുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:31 പൗലോസ്ലീഹ കാരാഗ്രഹ പ്രമാണിയോട് പറയുന്ന ഈ വാക്യം ഏവർക്കും പരിചയമുള്ള വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുപോലെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം കാൽവറി ക്രൂശിൽ കർത്താവിൻ്റെ ജീവബലിയാണ് അതിനുള്ള രക്ഷയ്ക്കുള്ള ഏക മാർഗം. അത് നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ രക്ഷ നൽകാൻ യേശുവിന് മാത്രമേ സാധിക്കൂ. ആയതുപോലെ നിത്യജീവൻ, നിനക്ക് ഞാൻ നിത്യജീവൻ നൽകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു എന്ന് പറയുന്നു. വീണ്ടും യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ എന്നത്രേ. പ്രിയപ്പെട്ടവരെ, ആയതുപോലെ അടുത്ത മഹത്തായ മറ്റൊരു വാഗ്ദാനമാണ്, എൻ്റെ സമാധാനം നിനക്ക് ഞാൻ നൽകുന്നു. നമ്മളറിയണം എന്താണ് ഈ സമാധാനം എന്ന് പറയുന്നത്. സമാധാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥാഭേദമല്ല, പിന്നെയോ യേശുവിൻ്റെ സാന്നിധ്യമാണ്. സമാധാനം എന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥാഭേദമല്ല, യേശുവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എവിടെ യേശു ഉണ്ടോ അവിടെ സമാധാനമുണ്ട്. പണ്ട് ഒരു സോപ്പ് കമ്പനിയുടെ ഒരു പരസ്യം എങ്ങനെയുണ്ടായിരുന്നു? ജഹാം ലൈഫ് ബോയ് ഹേ വഹാം തന്തുരുസ്തി ഹേ. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ, എവിടെ യേശു ഉണ്ടോ അവിടെ സമാധാനമുണ്ട്. അതല്ലേ പറഞ്ഞത്. നമ്മൾ ചില സഹോദരങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മൾ ഭവന സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ, അയ്യോ എൻ്റെ ബ്രദറെ, ഒരു മനസമാധാനവും ഇല്ല, ഒരു സമാധാനവും ഇല്ല, ഒന്ന് പ്രാർത്ഥിക്കണം. അതറിയണം, ആരും പ്രാർത്ഥിച്ചതുകൊണ്ട് ആർക്കും സമാധാനം കൈവരുന്നില്ല. സമാധാനത്തിനുള്ള ഏക മാർഗം യേശു ഹൃദയത്തിലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ഇനി മേലാൽ സമാധാനമില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടാൽ അവരോട് പറയണം, പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യേശുവുമായിട്ട് നഷ്ടപ്പെട്ട ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ നിനക്ക് സമാധാനം കൈവരും. അപ്പോൾ സമാധാനത്തിനുള്ള ഏക മാർഗം യേശുവുമായിട്ട് നഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ്. ഒരു മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ പോകുന്നു. ഇതാ യേശു പറയുന്നു, എൻ്റെ സമാധാനം നിനക്ക് ഞാൻ നൽകുന്നു എന്ന് വെച്ചാൽ, ഞാനാണ് സമാധാനം, എന്നെ നിനക്ക് നൽകുന്നു എന്നത്രേ. ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയോട് യേശു ഇങ്ങനെയാണ് പറയുക, പ്രിയ മകളെ, നിനക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു എങ്കിൽ നിനക്ക് ഭർത്താവിനെ നൽകിയവനായ ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിൻ്റെ മകനോ മകളോ നിനക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ ഈ മകനെയോ മകളെയോ നൽകിയവനായ ഞാൻ നിന്നോടുകൂടെയുണ്ട്. അതാണ് എൻ്റെ സമാധാനം നിനക്ക് ഞാൻ നൽകുന്നു എന്ന് പറയാൻ കാരണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നോക്കിയാൽ ഈ മഹത്തായ 7 അനുഗ്രഹങ്ങൾ, 7 വാഗ്ദാനങ്ങൾ, അതാണ് 7 അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് ദൈവം നമുക്ക് 2 കരങ്ങളെ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും
ഒരു സ്പോർട്സിലോ ഗെയിംസിലോ ഒക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു VIP വരും, നമുക്കൊരു ട്രോഫിയോ ഒരു അവാർഡോ സമ്മാനമോ എന്തെങ്കിലുമൊക്കെ നൽകും. നമ്മൾ പോയിട്ട് കേവലം ഒരു കൈ നീട്ടിയല്ല ഈ സമ്മാനമോ ട്രോഫിയോ ഒക്കെ വാങ്ങുക. വളരെ വിനയത്തോടെ 2 കൈകളും നീട്ടിയാണ് നമ്മൾ ഈ സമ്മാനം ഏറ്റുവാങ്ങുക. ആയതുപോലെ ദൈവം നമുക്ക് 2 കരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് വിശ്വാസത്തിൻ്റെ കരം, 2 പ്രാർത്ഥനയുടെ കരം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരുക്കി വച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിപ്പാനായിട്ട് ദൈവം നമുക്ക് 2 നല്ല കരങ്ങളെ തന്നിട്ടുണ്ട്. ഒന്ന് വിശ്വാസത്തിൻ്റെ കരം, 2 പ്രാർത്ഥനയുടെ കരം. ഈ 2 കരങ്ങളും നീട്ടി നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരനുഗ്രഹങ്ങളും ഇല്ല തന്നെ. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും, കർത്താവ് ഒരുക്കി വെച്ചിട്ടുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ നമുക്ക് ഈ 2 കരങ്ങളാൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിപ്പാൻ അടിയങ്ങൾക്ക് ഈ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരങ്ങൾ നൽകിയിരിക്കുന്നുവല്ലോ കർത്താവേ, സ്തോത്രം. ഈ 2 കരങ്ങളാലും സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും പ്രാപിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്കൊരു മാനസാന്തരം നൽകണമേ കർത്താവേ, സ്തോത്രം. ഈ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപത്തിൻ്റെ കറകളെയും ഞങ്ങളിൽ നിന്ന് മാറ്റുകളയുവാൻ തക്കവണ്ണം ആ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾക്കൊരു മാനസാന്തരം നൽകണമേ, ഞങ്ങൾക്കൊരു വിശുദ്ധീകരണം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.